ഒരുപാട് മലയാള സിനിമകൾക്ക് രണ്ടാം ഭാഗം വന്നിട്ടുണ്ട്. അതിന് കാശുവല്ലം. ഇനി നമ്മൾ മലയാളി പ്രേക്ഷകർ ഏറ്റവും അധികം വെയിറ്റ് ചെയ്യുന്ന സിനിമ പോലും ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ്. എന്നാൽ ചില മലയാള സിനിമകൾ രണ്ടാം ഭാഗം എന്ന പേരിൽ മലയാള പ്രേക്ഷകരെ പറ്റിക്കുന്ന രീതിയിൽ സിനിമകൾ വന്നിട്ടുണ്ട്. നാട്ടുകാരെ, നിങ്ങൾ ആരെ പറ്റിക്കാൻ വേണ്ടിട്ടല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടാ. അതായത് ശരിക്കും പറ്റിക്കലല്ല, ചെറിയ രീതിയിൽ മലയാളി ഓഡിയൻസിനെ കൺഫ്യൂഷൻ അടിപ്പിച്ച സിനിമകളുണ്ട്. ഉദാഹരണത്തിന് വെറുതെ ഒരു ഭാര്യ എന്ന 2008 ചിത്രത്തിന് ഒരു സീക്വൽ പോലെ മറ്റൊരു ചിത്രം 2013 വന്നിരുന്നു. ഇതേ സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും കാസ്റ്റിങ്ങും എല്ലാം വെറുതെ ഒരു ഭാര്യ എന്ന ചിത്രത്തിന്റെ അതേപോലെ തന്നെ ആയിരുന്നു. ഇതുപോലെ തന്നെ സിനിമയുടെ പോസ്റ്ററുകളെല്ലാം തന്നെ വെറുതെ ഒരു ഭാര്യയുടെ അതേപോലെയുള്ള പോസ്റ്ററുകളായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർ ഈ ചിത്രം അതിന്റെ സീക്വൽ ആണോ എന്ന് പോലും സംശയിച്ചിരുന്നു. ഇതേപോലെ 2005 റിലീസായ ചിത്രമായിരുന്നു ഉദയനാണ് താരം. ഈ ചിത്രത്തിലെ കാസ്റ്റിംഗ് ക്രൂവും ഇതുകൂടാതെ കഥയുടെ ബേസും പോസ്റ്ററുകളും കണ്ടപ്പോൾ മറ്റൊരു പഴയ മലയാള ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടാണോ ഇത് എന്ന് മലയാളികൾ സംശയിച്ചിരുന്നു. ഈ സിനിമ ഏതാണെന്ന് അറിയാമോ? ഇതേപോലെ മലയാളികളെ കൺഫ്യൂഷൻ അടിപ്പിച്ച രണ്ടാം ഭാഗം എന്ന് കരുതിയ സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ സമയം ഒട്ടും കളഞ്ഞ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമാ ഫാക്സ് മലയാളം സിനിമയെ കുറിച്ച് എന്തും ചർച്ച ചെയ്തത്. 2012 സജി സുരേന്ദ്രൻ സംവിധാനം ചെയ്ത് ആസിഫ് അലി, ഇന്ദ്രിത്, ജയസൂര്യ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വന്ന ചിത്രമായിരുന്നു ഹസ്ബൻഡ്സ് ഇൻ ഗോവ. ഭാര്യമാരെ ഭയന്ന് ഒരു ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന 3 സുഹൃത്തുക്കളുടെ കഥയായിരുന്നു ഹസ്ബൻഡ്സ് ഇൻ ഗോവ. ഈ ചിത്രത്തിൽ ഇവർക്ക് പുറമെ ലാലും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ടായിരുന്നു. ഒരു ഫൺ മൂഡിൽ പോകുന്ന ഈ ചിത്രം ശരിക്കും ഇതിനു മുന്നേ വന്ന ഒരു ചിത്രത്തിന്റെ സീക്വൽ ആയിരുന്നു എന്ന് ആ കാലത്ത് പ്രേക്ഷകർ ചിന്തിച്ചിരുന്നു. 2010 റിലീസായ ഹാപ്പി ഹസ്ബൻഡ്സ് ആയിരുന്നു ഈ ചിത്രം. ഈ സിനിമയും സജി സുരേന്ദ്രൻ തന്നെയായിരുന്നു സംവിധാനം ചെയ്തത്. കൃഷ്ണ പൂജപ്പുര എന്നയാളായിരുന്നു ഈ 2 ചിത്രങ്ങളുടെയും കഥ എഴുതിയത്. എന്നാൽ 2010 റിലീസായ ഹാപ്പി ഹസ്ബൻഡ്സിന്റെ രണ്ടാം ഭാഗമല്ലായിരുന്നു ഹസ്ബൻഡ്സ് ഇൻ ഗോവ. 2010 റിലീസായ ഹാപ്പി ഹസ്ബൻഡ് എന്ന ചിത്രത്തിൽ ഇതേ ഇന്ദ്രിയത്തും ജയസൂര്യയും അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഇതുകൂടാതെ ഇവർക്കൊപ്പം ജയറാമായിരുന്നു ഉണ്ടായിരുന്നു. 2012 ഇറങ്ങിയ ഹസ്ബൻഡ്സ് ഇൻ ഗോവയിൽ ജയറാമിന് പകരം ആസിഫ് അലി വന്നു. എന്നിരുന്നാലും ഈ ചിത്രം ഒരു രണ്ടാം ഭാഗമല്ലായിരുന്നു. മറ്റൊരു പ്രത്യേകത എന്നാൽ 2010 റിലീസായ ഹാപ്പി ഹസ്ബൻഡ്സ് 2002 റിലീസായ ചാർലി ചാപ്ലിൻ എന്ന പ്രഭുദേവ എന്നിവർ പ്രധാന കഥാപാത്രമായി വന്ന തമിഴ് സിനിമയുടെ റീമേക്ക് ആയിരുന്നു. 2008 റിലീസായ ജയറാം ഗോപിക കോംബോയിൽ വന്ന ഒരു ഫാമിലി എന്റർടൈനർ ചിത്രമായിരുന്നു വെറുതെ ഒരു ഭാര്യ. അക്കു അക്ബർ സംവിധാനം ചെയ്ത് ഗിരീഷ് കുമാർ കഥ എഴുതിയ ഈ ചിത്രത്തിന് ഒരു സീക്വൽ പോലെ മറ്റൊരു മലയാള സിനിമ വന്നിട്ടുണ്ട്. 2013 ഭാര്യ അത്ര പോരാ എന്നൊരു ചിത്രം വന്നപ്പോൾ ഇതേ കാസ്റ്റിങ്ങും ഇതേ സ്ക്രിപ്റ്റ് റൈറ്ററും ഇതേ സംവിധായകൻ തന്നെയാണ് വന്നത്. അക്കു അക്ബർ സംവിധാനം ചെയ്ത ഈ 2 സിനിമകൾക്കും കഥ എഴുതിയത് ഒരേ ആളായിരുന്നു, ഗിരീഷ് കുമാർ. ഇവർക്ക് പുറമെ നായകനായി ജയറാമും ഗോപികയും വന്നപ്പോൾ മലയാളി പ്രേക്ഷകർ ഒരുപോലെ തന്നെ തീരുമാനിച്ചു ഇത് ഉറപ്പായും വെറുതെ ഒരു ഭാര്യയുടെ സീക്വലായിരുന്നു. എന്നാൽ ഈ ചിത്രം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതും അതുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഇതുപോലെ തന്നെ ഒരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു 2 സിനിമകളും. 1998 ശ്രീനിവാസൻ കഥയും തിരക്കുന്നതിന് സംഭാഷണവും സംവിധാനവും നിർവഹിച്ച മലയാള ചിത്രമായിരുന്നു ചിന്താവിഷ്ടയ ശ്യാമള. ഉത്തരവാദിത്തമില്ലാത്ത നായകനെ ഉത്തരവാദിത്തം ഉണ്ടാക്കാനായി ശബരിമലയിലേക്ക് വിടുന്നു. അവിടെ വെച്ച് നായകന് ബോധോദയം ഉണ്ടാകുകയും പിന്നീട് ഭക്തിമാർഗത്തിൽ നടക്കുന്ന അലസനായ നായകന്റെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു ചിന്താവിഷ്ടയായ ശ്യാമള. ഈ ചിത്രത്തിൽ ശ്രീനിവാസനൊപ്പം സംഗീതയും ഒരു പ്രധാന വേഷം അവതരിപ്പിക്കുന്നുണ്ട്. ഇതേ ശ്രീനിവാസന്റെ സംഗീതയും പ്രധാന കഥാപാത്രങ്ങളായി വന്ന് ശ്രീനിവാസൻ തന്നെ കഥ എഴുതിയ ഒരു മലയാള സിനിമ കുറച്ചു കാലം മുമ്പേ ഉണ്ടായിരുന്നു. 2014 റിലീസായ നഗരവാരുതി നടുവിൽ ഞാൻ എന്ന ചിത്രമായിരുന്നു. ഈ ചിത്രത്തിൽ ശരിക്കും സംഗീത ശ്രീനിവാസന്റെ പേരായി വന്നപ്പോൾ എല്ലാവരും ഉറപ്പിച്ചു ഇത് ഈ ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ട് ആവുമെന്ന്. എന്നാൽ ഈ ചിത്രം മറ്റൊരു ഡിഫറെന്റ് കഥയാണ് പറഞ്ഞത്. സംഗീത വളരെ കാലത്തിന് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നു എന്നൊരു വാർത്ത കൂടി ആ സമയത്ത് വളരെ ഹൈപ്പ് ഉണ്ടാക്കാൻ ഈ സിനിമയെ സഹായിച്ചു. എന്നിരുന്നാലും ഈ ചിത്രം ഇതുപോലെ തന്നെ ഒരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു. പക്ഷെ എന്തൊക്കെയോ നിർഭാഗ്യം വെച്ച് 2014 ഇറങ്ങിയ നഗരവാരുതി നടുവിൽ ഞാൻ എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വൻ ഫ്ലോപ്പായി മാറുകയുണ്ടായി. 2005 റിലീസായ മോഹൻലാൽ ശ്രീനിവാസൻ കോംബോയിൽ വന്ന റോഷൻ ആൻഡ്രൂസിന്റെ സിനിമയായിരുന്നു ഉദയനാണ് താരം. ഈ ചിത്രത്തിൽ മോഹൻലാൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള ഒരുപാട് സ്റ്റിൽസ് വന്നിരുന്നു. ഇത് കണ്ടതോടുകൂടി പ്രേക്ഷകർ അന്ന് ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു ഇത് വർഷങ്ങൾക്ക് മുന്നേ വന്ന ഒരു ചിത്രത്തിന്റെ സീക്വലാണ്. അതേതെന്നാൽ ശ്രീനിവാസൻ കഥ എഴുതി കമൽ സംവിധാനം ചെയ്ത അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രമായിട്ടായിരുന്നു. 2 ചിത്രങ്ങളിലും നായകൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിൽ നോവൽ എഴുതുന്നു, ഈ ചിത്രത്തിൽ സിനിമയ്ക്ക് കഥ എഴുതുന്നു. എന്നാൽ പോസ്റ്ററുകൾ കാണുമ്പോൾ ഒരിക്കലും മനസ്സിലാവില്ല ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. 2 സിനിമകളിലും മോഹൻലാലിന്റെ പോസ്റ്ററുകളുടെ ലുക്ക് ഏറെക്കുറെ ഒരുപോലെ തന്നെയായിരുന്നു. കഥ എഴുതുന്ന സ്റ്റില്ലുകൾ ഒരുപാട് വന്നതുകൊണ്ട് ആ ചിത്രത്തിന്റെ സീക്വലാണ് ഇതെന്ന് ആ കാലത്ത് പറച്ചിലുകളുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ഈ രണ്ട് സിനിമകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകുമെന്ന് ആളുകൾ കരുതി. ഇതുകൂടാതെ തന്നെ ഈ രണ്ട് സിനിമകളുടെയും കഥ എഴുതിയത് ശ്രീനിവാസനായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിന്റെ സീക്വലാണ് ഉദയനാണ് താരം എന്ന രീതിയിൽ ആ കാലത്ത് ഒരുപാട് വാർത്തകൾ വന്നിരുന്നു. 1990 റിലീസായ സിദ്ദിഖ് ലാലിന്റെ എവർഗ്രീൻ കോമഡി എന്റർടൈനർ ചിത്രമാണ് ഇൻഹരിയർ നഗർ. മുകേഷ്, അശോകൻ, സിദ്ദിഖ്, ജഗദീഷ് തുടങ്ങിയ ഒരു വൻ താരനിര അണിനിരുന്ന ചിത്രമായിരുന്നു ഇൻഹരിയർ നഗർ. ഇതിന് സീക്വലായി ടു ഹരിയർ നഗറും പിന്നീട് അതിന്റെ അടുത്ത ഭാഗമായി ഇൻ ഗോസ്റ്റ് ഓഫ് സിനം ഇങ്ങനെയും സിനിമകൾ വന്നിരുന്നു. എന്നിരുന്നാലും 2015 ജോൺ ഹോനായി എന്ന പേരിൽ മറ്റൊരു സിനിമ ഇതേ കഥാപാത്രങ്ങളെ വെച്ച് വന്നിരുന്നു. ഈ ചിത്രം ഇതിന്റെ സീക്വലാണ് ആ കാലത്ത് ഒരു പറച്ചിലുണ്ടായിരുന്നു. എന്നാൽ ചിത്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ചിത്രം ഇതിന്റെ സീക്വലേ അല്ല, ഇതുമായി ഒരു ബന്ധവുമില്ല. പറ്റിച്ച് ജീവിക്കുന്നവർ. എന്നാൽ കാസ്റ്റിംഗ് അതുപോലെ തന്നെ നടത്തിയത് കൊണ്ടും ഇതുകൂടാതെ ജോൺ ഹോനായി എന്ന കഥാപാത്രത്തിന്റെ പേര് ഇതിൽ വന്നതുകൊണ്ടും ഈ സിനിമയിൽ ജോൺ ഹോനായി അഭിനയിച്ച റിസബാവ ഈ ചിത്രത്തിൽ ഉള്ളത് കൊണ്ടും ഈ ചിത്രം ഇതിന്റെ സീക്വലാണെന്ന് അക്കാലത്ത് പറച്ചിലുകൾ ഉണ്ടായിരുന്നു. എന്തായാലും സിനിമ വന്നപ്പോൾ മനസ്സിലായി ഇതും അതുമായി യാതൊരു ബന്ധവുമില്ലെന്ന്. എന്താണോ? ഒന്നുമില്ല, റോങ് നമ്പർ. എന്തായാലും ജോൺ ഹോനായി എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വൻ ഫ്ലോപ്പ് ആയിരുന്നു. ഇതുപോലെ രണ്ട് സിനിമകളുണ്ടായിരുന്നു, അതായിരുന്നു സർക്കാർ കോളനിയും ഏപ്രിൽ ഫൂളും. ഈ രണ്ട് ചിത്രങ്ങളും ഇൻഹരിയർ നഗർ സീരീസിലെ ഒരു ചിത്രമാണ് എന്ന് അന്നത്തെ പ്രേക്ഷകർ ചിന്തിച്ചിരുന്നു. അതിന്റെ പ്രധാന കാരണം ഈ സിനിമയിലെ കാസ്റ്റിംഗ് ആണ്. സർക്കാർ കോളനി എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി വന്നത് മുകേഷ്, അശോകൻ, ജഗദീഷ് എന്നിവരായിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു ഏപ്രിൽ ഫൂൾ എന്ന ചിത്രത്തിലും കഥാപാത്രങ്ങൾ വന്നത്. ഏപ്രിൽ ഫൂൾ എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ സിദ്ദിഖും അശോകനും ജഗദീഷുമായിരുന്നു. ഇത് കൂടാതെ ഏപ്രിൽ ഫൂൾ എന്ന ചിത്രത്തിൽ ടു ഹരിയർ നഗറിലൊക്കെ നമ്മൾ കണ്ട അതേ അപ്പുക്കുട്ടന്റെ മാനസമായിരുന്നു ജഗദീഷിനുള്ളത്. ഏപ്രിൽ ഫൂൾ എന്ന ചിത്രത്തിലെ ജഗദീഷിനെ കണ്ടാൽ നമുക്ക് ഉറപ്പായും ഇൻഹരിയർ നഗർ സീരീസിലെ അപ്പുക്കുട്ടനെ ഓർമ്മ വരും. കാരണം അപ്പുക്കുട്ടന്റെ ക്യാരക്ടറിനെ പോലെ തന്നെയായിരുന്നു ഏപ്രിൽ ഫൂൾ എന്ന ചിത്രത്തിലും ജഗദീഷ് അഭിനയിച്ചത്. ഇതുകൊണ്ട് തന്നെ ഏപ്രിൽ ഫൂൾ എന്ന ചിത്രവും സർക്കാർ കോളനി എന്ന ചിത്രവും ഹരിഹർ നഗർ സീരീസിലെ ഒരു സിനിമയായിരുന്നു എന്നാണ് അന്നത്തെ കാലത്തെ പ്രേക്ഷകർ ചിന്തിച്ചത്. അതിന് പ്രധാന കാരണം 2009-2010 സമയത്തായിരുന്നു ഗോസ്റ്റ് ഓഫ് ടു ഹരിഹർ നഗർ റിലീസായത്. അതേ ടൈമിൽ തന്നെയായിരുന്നു ഈ ഏപ്രിൽ ഫൂളും സർക്കാർ കോളനിയും റിലീസായത്. നെക്സ്റ്റ് വൺ അറബി ഒട്ടകവും പി മാധവൻ നായരും. 2011 മോഹൻലാലിനെയും മുകേഷിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അറബി ഒട്ടകവും പി മാധവൻ നായരും. ഈ കഥാപാത്രങ്ങളെ പോലെ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ 2001 ഇറങ്ങിയ കാക്കുയിൽ എന്ന ചിത്രത്തിലെ കഥാപാത്രങ്ങൾ. അതായത് 2001 ഇറങ്ങിയ കാക്കുയിലിന്റെ സെക്കൻഡ് പാർട്ട് ആണോ ഇത് എന്ന് നമ്മൾ ഈ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടാൽ ചിന്തിച്ചു പോകും. അതുപോലെ തന്നെയായിരുന്നു ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾ. മുകേഷ് അല്ലറ ചില്ലറ ഉടായ്പൊക്കെ കാണിക്കുന്ന ഒരാൾ, മോഹൻലാലിന്റെ കഥാപാത്രം ഇതിനെല്ലാം എതിർക്കുന്ന ഒരാൾ. ഇവർ രണ്ടാളും ഒന്നിക്കുന്നു. പിന്നീട് നടക്കുന്ന ചില തട്ടിപ്പുകളും ചില കോമഡി രംഗങ്ങളും ഒക്കെ ആയിരുന്നു അറബി ഒട്ടകം എന്ന ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു 2001 ഇറങ്ങിയ കാക്കുൽ എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തം. അങ്ങനെ ഈ രണ്ട് സിനിമകളും ഒരുപക്ഷെ സീക്വലാണോ എന്നും അന്നത്തെ പ്രേക്ഷകർ ചിന്തിച്ചിരുന്നു. അതിന്റെ പ്രധാന കാരണം രണ്ട് സിനിമകളും എടുത്തത് പ്രിയദർശൻ തന്നെയായിരുന്നു എന്നത് മറ്റൊരു സവിശേഷത. നെക്സ്റ്റ് വൺ കില്ലാടി രാമൻ. 2011 മുകേഷ്, സിദ്ദിഖ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി തുളസീദാസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കില്ലാടി രാമൻ. ഈ ചിത്രം 1994 ഇറങ്ങിയ മലപ്പുറം ഹാജി മഹാനായ ജ്യോതി എന്ന ചിത്രത്തിന്റെ ഒരു സീക്വൽ പോലെ നമുക്ക് തോന്നും. അതിന്റെ പ്രധാന കാരണം ഈ രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് തുളസീദാസ് ആണ്. ഇതുകൂടാതെ രണ്ട് സിനിമകളിലും ആൾമാറാട്ടമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. അതായത് മലപ്പുറം ഹാജി മഹാനായ ജ്യോതി എന്ന ചിത്രത്തിൽ മുകേഷ് ഒരു ജോലിക്ക് വേണ്ടി മറ്റൊരാളുടെ ഐഡന്റിറ്റിയിൽ എത്തുന്നതായിട്ടായിരുന്നു ഈ ചിത്രത്തിന്റെ കഥ. ഇതേപോലെ തന്നെയായിരുന്നു കില്ലാടി രാമൻ എന്ന ചിത്രത്തിന്റെയും കഥ. എന്നാൽ കില്ലാടി രാമൻ എന്ന ചിത്രത്തിൽ മുകേഷ് ആൾമാറാട്ടം നടന്നില്ല. അതിനു പകരം മറ്റൊരു കൊച്ചുകുട്ടിയെ പ്രധാന കഥാപാത്രമാക്കി ആ കുട്ടിയെ മറ്റൊരു ഐഡന്റിറ്റിയിൽ പ്രസന്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കോമഡികളിലൂടെയായിരുന്നു ഈ രണ്ട് സിനിമകളും പോകുന്നത്. കില്ലാടി രാമൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ പഴയ ആ ചിത്രവും ഓർമ്മ വരും. ഇത് കൂടാതെ തന്നെ മലപ്പുറം ഹാജി മഹാനായ ജ്യോതി എന്ന ചിത്രത്തിന് ഒരു സീക്വൽ ഇറക്കുമെന്ന് ആ സമയത്ത് വൻ ചർച്ചകളുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം ആ സമയത്തായിരുന്നല്ലോ മലയാളത്തിൽ ഒരുപാട് സീക്വൽ മൂവീസ് വന്നത്. ഉദാഹരണത്തിന് എഗെയിൻ കാസർഗോഡ് ഖാദർ ഫൈറ്റ്, നിന്നിഷ്ടം എന്നിഷ്ടം 2, ഉപ്പുകണ്ടം പ്രദേശ് 2, റാംജി റാവു എഗെയിൻ സ്പീക്കിംഗ്, ഇങ്ങനെ ഒരുപാട് സിനിമകൾ വന്നതുകൊണ്ട് തന്നെ ഇതും ഒരു സീക്വൽ മൂവി ആയിരിക്കുമെന്നാണ് അന്നുള്ള പ്രേക്ഷകർ ചിന്തിച്ചത്. രണ്ടാം ഭാഗം എന്ന പേരിൽ മലയാളികൾ പലതവണ തെറ്റിദ്ധരിക്കപ്പെട്ട സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് வீடியோஸ்னாய் சேனல் சப்ஸ்கிரைப் பண்ணுங்க. அது மட்டும் இல்லாம என் அக்கௌண்ட் நம்பர் இருக்கு, அதுல உங்களால முடிஞ்ச அளவுக்கு அமௌண்ட் நீங்க போடலாம். അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.